ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ശിവരാത്രിക്ക് ശേഷം പിന്നെയാണ് കാണുന്നത്. ശിവരാത്രി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ശിവരാത്രി വ്രതമൊക്കെ ആഘോഷിച്ച് അതിൽ ചില കൂട്ടുകാർക്കൊക്കെ നല്ല പനിയും അസുഖങ്ങളും ഒക്കെ ആയി. സത്യം പറഞ്ഞാൽ അത് വലിയ വിഷമമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം വ്രതമൊക്കെ പിടിക്കാനെന്നാണ്. കാരണം നമുക്ക് മീനും മുട്ട മത്സ്യം അതൊന്നും ഇറച്ചി അതൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക. ഈ വ്രതമുള്ള തലേന്നും ഒക്കെ എന്നിട്ട് നമ്മൾ വ്രതം പിടിക്കണം. നമ്മൾ എന്നും കുളിച്ച് രാവിലെയും വൈകിട്ടുമൊക്കെ കുളിച്ച് വൃത്തിയായി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ ആ രീതിയിൽ നമുക്ക് വ്രതം എടുക്കാം. അവരവരെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം പിടിക്കുക. ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. ഇല്ലെങ്കിൽ ഇത് ഭയങ്കര വിഷയമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 1-2 കേസുകൾ അങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ അതാ വന്ന് ഞാൻ പത്രം എടുത്ത് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഇപ്പം കുറച്ച് നടന്ന് അങ്ങ് അവിടെ ബസ് ഇറങ്ങിയിട്ട് വീണ്ടും ഒന്നും കൂടെ റോഡ് സൈഡിൽ കൂടെ ഒന്ന് നടന്ന് ആണ് വരുന്നത്. ഒന്ന് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അങ്ങ് അവിടുന്ന് ഓഫീസിൻ്റെ അവിടുന്ന് ഇങ്ങ് വരെ ആകുമ്പോൾ ഒരു 4.5 കിലോമീറ്ററോളം ഉണ്ട്. അത് എൻ്റെ മുട്ടിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് കാരണം ഞാൻ അത്രയൊന്നും നടക്കുന്നില്ല. ഞാൻ കുറച്ച് അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെയും കുറച്ചും കൂടി ഇങ്ങനെ നടക്കും. അത്രയും മതി. അല്ലെങ്കിൽ ഈ മുട്ടിന് പ്രശ്നമുള്ളവർക്ക് വീണ്ടും അത്രയും ഓവറായിട്ട് നമ്മൾ നടക്കുമ്പം വീണ്ടും അത് നമ്മുടെ മുട്ടിന് പ്രശ്നം ഉണ്ടാക്കുക. അത് ആ കാര്യം. അതുകൊണ്ട് ഞാൻ അത്രയും മാത്രമേ നടന്നുള്ളൂ. എന്നിട്ട് എനിക്ക് വരുന്ന വഴിക്ക് 2 പഴംപൊരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്ന് കഴിച്ച്. അപ്പോഴും നല്ല വല്ലപ്പോഴും ആയിരിക്കും അങ്ങനെ തോന്നിയാൽ പിന്നെ ഒരു താമസവും ഇല്ല, വാങ്ങിക്കുക, കഴിക്കുക. അപ്പോഴേ ആഗ്രഹം സാധിക്കുക. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ നമുക്കുള്ളൂ. അത് അപ്പോഴേ സാധിക്കുക എന്നുള്ളതാണ്. കൊണ്ടുവന്ന് 2 പഴംപൊരി കഴിച്ച് ചായയും കുടിച്ച്. ഇന്ന് എല്ലാ ദിവസവും ചായ കുടിക്കത്തില്ല. ചായയും കുടിച്ച് കുറച്ച് സമയം നടന്ന് എന്നിട്ട് ഞാൻ വിചാരിച്ച് വീഡിയോ ഇടാമെന്ന്. കുറേ ദിവസമായി ഇപ്പം യൂട്യൂബിൽ എന്തെങ്കിലും ഇട്ടിട്ട്. വല്ലപ്പോഴും ഇട്ടില്ലെങ്കിൽ എല്ലാവരും അങ്ങ് മറന്നു പോകത്തില്ലേ നമ്മൾ. അത് കാരണം ഞാൻ ഇട്ടതാ. വീഡിയോസ് കാണുന്ന കൂട്ടുകാർ മാത്രം കാണട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർ ചില വീഡിയോ ഒക്കെ നമ്മളെ വീഡിയോ ചിലതൊക്കെ ഇഷ്ടപ്പെടുന്നവർ കാണും. അവർ കാണട്ടെ. അങ്ങനെ വിചാരിച്ചാൽ ഞാൻ ഇട്ടത്. അങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ച് റെഡിയായിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ പറയാൻ ഞാൻ പറഞ്ഞു വന്നേ അറിയാമല്ലോ. എല്ലാവർക്കും കഠിന വ്രതം അവരവരെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രമേ പിടിക്കാവൂ. കാരണം ഈ ഇത്രയും ഉറക്കം ഒഴിഞ്ഞിട്ട് പിന്നെ ഫുഡും കഴിക്കാതിരുന്നിട്ട് അത് ഭയങ്കരമായിട്ട് അങ്ങ് അഫക്റ്റ് ചെയ്യും ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 1-2 കേസ് ഇപ്പോൾ അങ്ങനെ വന്ന്. അതുകൊണ്ടാണ് നമുക്ക് വ്രതം പിടിക്കാം. നമ്മൾ ഈ മാംസാദികളൊന്നും കഴിക്കാതിരുന്നാൽ മതി. അത്രയേ ഉള്ളൂ. അങ്ങനെ അന്ന് നമ്മുടെ സ്വാമിമാർ പലരും പറയുന്നുണ്ട് അവരവരെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം പിടിക്കുകയെന്ന്. ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പത്രം എടുത്ത് വായിച്ചപ്പം കാണാം ഫുഡ് പോയ്സൺ ആണെന്നും പറഞ്ഞ് 2 പേര് വിഴിഞ്ഞത്ത് മരിച്ചു എന്ന് കണ്ടു. കാരണം നമുക്കൊന്നും വിശ്വസിക്കാകത്തില്ല. നമ്മളൊരു 10 പേര് കൂടി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയെന്ന് വെച്ചോ, ഈ ഫുഡുകൾ ഒന്നും പോയ്സൺ ആയിരിക്കത്തില്ല. പക്ഷേ എന്ത് ചെയ്യാം, ഒരു കാര്യം പറയുന്ന സത്യമാണ്. എന്തുവാണെന്നറിയാമോ? 1 മാൻസ് മീറ്റ് ഈസ് അനദർ മാൻസ് പോയ്സൺ. ഒരാൾക്ക് ആഹാരമായിട്ട് വർത്തിക്കുന്നത് മറ്റൊരാളിന് വിഷമായിട്ട് ഭവിക്കുന്നു. ഇതാണ് കാര്യം. അന്നേരം ഇത് എന്തിൽ നിന്നാണ് ചിലപ്പോൾ നിസ്സാരപ്പെട്ട എന്തിൽ നിന്നെങ്കിലും ആയിരിക്കും ഈ അലർജി ഉള്ളവർക്ക് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പാവം ഹോട്ടലുകാരും എല്ലാവരും കുടുങ്ങും. ചിലപ്പോൾ ഇവരൊന്നും അറിഞ്ഞു പോലും കാണത്തില്ല. എന്തോ ചെയ്യാൻ അങ്ങനെ അങ്ങ് സംഭവിക്കും. എന്തോ പറയാൻ പറ്റും. നമുക്ക് അത്ര ആയുസുള്ളെന്നേ സാധാരണക്കാരായ മനുഷ്യർക്ക് പറയാൻ പറ്റും. അത്രയേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയാണ് ചേർക്കുന്നത് അതൊന്നും നമുക്കറിയത്തില്ല. പിന്നെ ഹോട്ടലുകൾ ചിലയിടത്തൊക്കെ അത്ര പഴകിയതും അങ്ങനെയൊക്കെയുള്ള ഫുഡ് കൊടുക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കിതറിയത്തില്ല. നമ്മൾ പിന്നണിയിലെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. മുമ്പിൽ കിട്ടുന്ന ഫുഡ്, ഡെലീഷ്യസ് ഫുഡ് കൈ കിട്ടിയാൽ നമ്മളങ്ങ് കഴിക്കും. അപ്പോൾ എല്ലാവരും കൂടെ അത്രയും ഹാപ്പി ആയിട്ട് പോയി ഇതൊക്കെ കഴിച്ച് നമ്മളെ കൂടെ ഉള്ള 2 പേരങ്ങ് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കാണ്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തോ ചെയ്യാനാണ്. ചില ആളുകൾക്ക് ഇതെല്ലാം അലർജി ആയിരിക്കും എന്തെങ്കിലും അകത്ത് ചെല്ലുമ്പം. ചില ആളുകൾ എന്തോ എന്നറിയാമോ, ഈ കൊഞ്ചും ഈ കടൽ വിഭവങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഞണ്ടും ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കഴിച്ചിട്ട് ഉടനെ തന്നെ
കുറേ ഐസും ഒക്കെ ഇട്ട കുറേ വെള്ളം നാരങ്ങ വെള്ളം അങ്ങ് അകത്താക്കും. ഇത് എന്നില്ലെങ്കിൽ ഇവർക്ക് വലിയ കുഴപ്പമാണ് ഈ നാരങ്ങ വെള്ളം അതിൻ്റെ കൂടെ കുടിച്ചില്ലെങ്കിൽ. ഇത് എല്ലാം കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് ഭയങ്കര പോയിസണസ് ആണെന്നാണ് തോന്നുന്നത്. ഇപ്പം അങ്ങനെ ഒക്കെ ഇതിൻ്റെ കൂടെ ഈ വിരുദ്ധ ആഹാരങ്ങൾ ചെല്ലുമ്പോഴാണ് ഇത് പോയിസണായിട്ട് മാറുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്ന് ഇത് പത്രത്തിൽ ഇത് വായിക്കാതെ ആയതുകൊണ്ടാണ് കൂട്ടുകാരി ഇത് പറഞ്ഞത്. അപ്പം നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ ഒക്കത്തില്ല. ചില കടകളിൽ കുറ്റമായിരിക്കത്തില്ല, ചിലപ്പം ഇങ്ങനെ അലർജി ആയത് കാരണം സംഭവിക്കുന്ന പിഴകളായിരിക്കും, അല്ലാതെ ഒന്നുമല്ല. കഷ്ടകാലമൊന്നും പറയാം, ഇതേ പറ്റൂ പറയാൻ. അതുകൊണ്ട് എല്ലാവരും ഫുഡ് പുറത്തുനിന്ന്, ഇപ്പോൾ എല്ലാവരും ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നവരാണ്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പുറത്തുനിന്നല്ലേ ഫുഡ് കഴിക്കാൻ പറ്റൂ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അപ്പം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാത്തവർ വിരളമാണ്. എല്ലാവരും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ്. ഇപ്പം പേരും പ്രശസ്തി ആർജിച്ച് കിടക്കുന്ന മന്തി, ബിരിയാണിയൊക്കെ പിന്നെ ആര് കഴിക്കുക? അതെല്ലാം ഉണ്ടാക്കി വയ്ക്കുന്നത് കഴിക്കാനല്ലേ. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ പോയി കഴിക്കണ്ടേ? അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എല്ലാവരും പോയി കഴിക്കേണ്ടുന്നത്. ഇപ്പം പോയിസൺ അടങ്ങാത്തതായിട്ട് എല്ലാത്തിലും മായമാണ്. ഇന്നലെയും കിടക്കുന്നുണ്ട് കുറേ മായം ചേർന്ന ഫുഡുകൾ. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, അത് കഴിഞ്ഞ് അരിപ്പൊടി, എല്ലാം പൊടി ഐറ്റംസ് ഇതൊക്കെ ഞാൻ ഇതൊക്കെ കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അന്നേരം ഇതൊക്കെ വായിച്ചപ്പം തന്നെ പേടിയുണ്ട്. എന്തും വരട്ടെ എന്ന് വിചാരിച്ച് നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നു. ഉള്ള ജീവിതം വരെ ജീവിക്കട്ടെ, അത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, എല്ലാം മയം കലർന്നതാണ്. ഇതിനൊന്നും പ്രതിവിധി ചെയ്യാനും പറ്റുന്നില്ല. കുറേ ഇടയ്ക്കൊക്കെ ഇതുപോലെ പിടിച്ചെടുക്കൽ പരിപാടി നടക്കും. പിന്നെ ഒരു സൈഡിൽ കൂടെ വേറെ പേര് മാറ്റി വിൽപ്പന തുടങ്ങും. നമ്മളിതൊന്നും അറിയുന്നില്ല, പാവം ജനങ്ങൾ. ഇതിന് എല്ലാം അറിഞ്ഞോ അറിയാതെ ഇതെല്ലാം ഉപയോഗിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. നമ്മളെ ഉപഭോഗ സംസ്കാരം ഇങ്ങനെ തുടരുന്നു. ഇതൊക്കെയാണ് കുറേ ദിവസമായില്ലേ എല്ലാ കൂട്ടുകാരെയും കണ്ടിട്ട്. അതുകൊണ്ടാണ് ഹേമസുധയുടെ ഒന്നും വീഡിയോ ഇപ്പോൾ കണ്ടില്ല, കഴിഞ്ഞ ദിവസമൊന്നും ഞാൻ കണ്ടില്ല. ഇന്നിരുന്ന് എല്ലാവരെയും വീഡിയോസ് കാണണം. ഇന്ന് ഞാൻ യൂട്യൂബാണ് കാണുന്നത്, ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ കാണുന്നില്ല. എന്നാലും എൻ്റെ ചില കൂട്ടുകാർക്ക് കമൻറ്റ് ലൈക്കൊക്കെ കൊടുക്കണം, അതുകൊണ്ട് ഞാൻ കാണും. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നല്ല ഒരു സുഖമായ ഉറക്കവും സ്വസ്ഥമായ ഒരു പ്രഭാതമൊക്കെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കൂട്ടുകാരെ. എല്ലാവരും വീഡിയോസ് കാണുകയും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് കൂട്ടുകാരെ. ടാറ്റ.